بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب تفاضل أهل الإيمان في الأعمال ഇലാഫത്ത് കൊണ്ട് ബാബു തഫാദുലി അഹ്ലിൽ ഈമാൻ, ഈമാൻ ഉള്ള ആളുകൾ വ്യത്യസ്തരാണ് എന്ന് ബയാൻ ചെയ്യുന്ന ബാബാണ്. എന്തിൽ വ്യത്യസ്തര്, വ്യത്യാസമുള്ളവരാണ്? ഫിൽ അഅ്മാൽ, സൽക്കർമ്മങ്ങളിൽ. ഫിൽ ഉർഫായിട്ട് വെക്കുമ്പോൾ അങ്ങനെ അർത്ഥം വെക്കും. ഫിൽ അഅ്മാൽ, സൽക്കർമ്മങ്ങളിൽ വ്യത്യസ്തരാണ്. അല്ലെങ്കിൽ ഫിൽ അഅ്മാൽ ഫത്തുൽ ബാരി വെച്ച മാതിരി ബ സബബി ആകുക. അങ്ങനെ തന്നെ ചിലർ തഅലീല എന്ന് പറഞ്ഞവരുമുണ്ട്. ഫിൽ അഅ്മാൽ, അപ്പോൾ അമലുകൾ കാരണമായി ഈ അസ്ലി ഈമാനുള്ള ആളുകൾ, ഈമാനിൻ്റെ അഹ്ലുകാർ വ്യത്യാസം ഉടയവരാണ് എന്ന് ബയാൻ ചെയ്യുന്ന ബാബാണ്. നീ ഇങ്ങനെയും വായിക്കാൻ, ബാബുൻ തഫാദുലു അഹ്ലിൽ ഈമാനി ഫിൽ അഅ്മാൽ, അല്ലെങ്കിൽ ബാബ് തഫാദുലു അഹ്ലിൽ ഈമാനി ഫിൽ അഅ്മാൽ. ഇനി നമ്മൾ ആദ്യം വായിച്ച പോലെ ഇലാഫത്തുകൊണ്ട് ബാബു, എന്നിട്ട് തഫാദുലി മുദാഫിലയില്ല, തഫാദുലി മുക്ത, ഫിൽ അഅ്മാൽ ഖബറാക്കുക. മുക്തിയും ഖബറും കൂടിയ ജുംലയാണ് മുദാഫിലെ. നല്ല അർത്ഥമാണത്. ബാബു തഫാദുലു അഹ്ലിൽ ഈമാൻ, ഈ അഹ്ലുൽ ഈമാൻ വ്യത്യാസം ഉള്ളവരാവൽ ഫിൽ അഅ്മാൽ, അമലുകളിലാണ്. നല്ല ഉഷാറായി. മുർജിയത്ത് പോലെയുള്ള ആളുകൾക്ക് മറുപടിയുമാകുന്ന ബാബാണ്. അതെല്ലാ തഫ്സീറുകാരും മറുപടിയാകും. ഇവിടെ നാം ചിന്തിക്കേണ്ടത് പ്രധാന വിഷയം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈമാനിൻ്റെ ബാബിൽ മനുഷ്യൻ്റെ ചിന്തയെ പല ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. അത് മുഅ്മിനീങ്ങൾ എന്ന് കേൾക്കുമ്പോഴേക്കും ഒരേ ഗ്രേഡാണെന്ന് മനസ്സിലാക്കിക്കൂടാ. അതിലേക്ക് സൂചിപ്പിക്കുന്ന ബാബാണ് ഇന്നലെ പറഞ്ഞത്. ഹലാവത്തുൽ ഈമാൻ ലഭിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടായിത്തീരണം. ആ 3 കാര്യം എല്ലാവർക്കും, 3ലുള്ള ഓരോന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാവില്ല. 3ഉം കൂടി സമ്മേളിക്കൽ തന്നെ വളരെ കുറവ്. അത് തന്നെ വ്യത്യസ്തമായിട്ടാണ്. അതുപോലെ മുഅ്മിനീങ്ങൾ എല്ലാവരും ഒരേ മാതിരിയാണെന്ന് വിചാരിക്കരുത്. അവർ പല ഗ്രേഡായിട്ടാണുള്ളത്. ഈ ഗ്രേഡ് വ്യത്യാസം വരുന്നത് അമലുകളെ നോക്കിയിട്ടാണ്. അസ്ലു ഈമാൻ എല്ലാവരും സമാണ്. ചിന്തിച്ചു നോക്കി. ഇമാം ബുഖാരിയുടെ ബാബു തഫാദുലു അഹ്ലിൽ ഈമാൻ, അല്ലെങ്കിൽ തഫാദുലി അഹ്ലുൽ ഈമാൻ. അവനല്ല പ്രശ്നമാണ്. അഹ്ലുൽ ഈമാനാണ് ഈമാനുള്ള ആളുകൾ, ഈമാനിൻ്റെ അഹ്ലുകാർ, അവർ വ്യത്യസ്തരാണ്. അപ്പോൾ ഈമാനി എല്ലായിടത്തും ഒന്നാണ്. പിന്നെ അവർ വ്യത്യസ്തമാകുന്നത് ഫിൽ അഅ്മാൽ, അമൽ കാരണമായിട്ട്, അല്ലെങ്കിൽ അമലുകളിൽ അവർ വ്യത്യസ്തരാണ്. അമല് എല്ലായിടത്തും ഒന്നല്ല. അതനുസരിച്ച് അവരുടെ ഈമാനും വ്യത്യാസപ്പെടും. ഈമാൻ്റെ ഭാഗമാണല്ലോ അമൽ, ഇമാം ബുഖാരിയുടെ ഭാഗപ്രകാരം. അപ്പോൾ ഒരാളുടെ ഈമാൻ വലിയ ഈമാനാണ്, മറ്റൊരാളുടെ ഈമാൻ അതിൻ്റെ താഴെയാണ് എന്ന് പറയുന്നത് അസ്ലു തസ്ദീഖ് കൊണ്ട് നോക്കിയിട്ടല്ല. ഒരാൾ മുഅ്മിനാവണമെങ്കിൽ ആവശ്യമുള്ള ഈമാൻ അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകനാണെന്നും ഏകനായ ഇലാഹാണെന്നും അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്ന എന്തെല്ലാമുണ്ടോ അത് മുഴുവനും വിശ്വസിച്ചു എന്നും വിശ്വസിക്കുക. ഇതാണ് അസ്ലി ഈമാന് വേണ്ടത്. പിന്നെ റസൂൽ കൊണ്ടുവന്ന ഏതെല്ലാമുണ്ട്
അത് വിശദമായി അറിയേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. മുജ്മലായി അറിഞ്ഞാൽ മതി. ആദ്യം മുസ്ലിമാവുമ്പോൾ പിന്നീട് 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 അറിയണത് വിശ്വസിച്ചാൽ മതി. ഒന്നും നിഷേധിക്കാതിരുന്നാൽ മതി. അത് വേറെ ചർച്ചകളാണ്. അപ്പോൾ ഈ അസ്ലു തസ്ദീഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിലുള്ള വിശ്വാസം അത് എല്ലാവർക്കും വേണം. അതുള്ളവരാണ് അഹ്ലുൽ ഈമാൻ. പിന്നീട് രണ്ട് ബാബ് മുമ്പത്തെ ബാബ് തൊട്ട് ഈ ബാബിൻ്റെ തൊട്ട് മുമ്പത്തെ ബാബിൽ പറഞ്ഞ അന അഅലമുക്കും ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ തസ്ദീഖാത്തുള്ളത് എനിക്കാണ്. മൂമിനാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായ ഇലാഹാണ്. അവനിക്ക് ശരീക്കില്ല, പങ്കാളികളില്ല. അവൻ്റെ 20 സിഫത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ചാൽ മതി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിൻ്റെ വ്യാപ്തികൾ, അല്ലാഹുവിൻ്റെ ഖൽഖുകളുടെ വ്യാപ്തികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോരോ സിഫാത്തുകളുടെയും പ്രത്യേകതകളും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ പവറുകളും അത് ഉൾക്കൊള്ളും തോറും അവൻ്റെ ഈമാൻ വർദ്ധിച്ച് ശക്തി കൂടി വരും. ആ ശക്തി കൂടുന്നതും വർദ്ധിക്കുന്നതും അവൻ്റെ ആ തസ്ദീഖാത്തിൻ്റെ തഫ്സീലാത്തുകൾ നോക്കിയിട്ടാണ്. അസ്ൽ ഈമാൻ എല്ലാവരും ഒന്ന് തന്നെ. അപ്പോൾ ഈ ഏറ്റവും വ്യത്യാസം വരുന്നത് അഅ്മാലിലാണ്. അഅ്മാൽ 3 അമലുണ്ട്. കൗലിയായ അമലുണ്ട്, ഫിഅലിയായ അമലുണ്ട്, ഖൽബിയായ അമലുണ്ട്. ഈ 3 അമലുകളിലും വ്യത്യസ്തം എത്രത്തോളം സിയാത്ത് വരുന്നോ അതിനനുസരിച്ച് അവൻ ഫാദിലായി വരും. എത്രത്തോളം കുറഞ്ഞു വരുന്നോ അതിനനുസരിച്ച് അവൻ മഫ്ദൂലായി വരും. ഇതാണ് ഇമാം ബുഖാരി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും ഞാൻ മൂമിനല്ലേ, ഞാൻ അല്ലാഹുവിനും റസൂലും വിശ്വസിച്ചില്ലേ, ഇനി എനിക്കൊരു പേടിയുമില്ല എന്നൊരാൾ മനസ്സിലാക്കണ്ട. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, വളരെ ചിന്തിക്കേണ്ട വാക്കാണത്. അവിടെ ആഖിറു കലാമി എന്നല്ല, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ഹദീസ് വരാൻ പോകുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അവൻ സ്വർഗത്തിൽ കടക്കും. ആ കടക്കുന്ന രീതി എങ്ങനെയാണ്? അവ്വലീങ്ങളോട് കൂടെ കടക്കുവോ? അതല്ല, അവ്വലീങ്ങളോട് കൂടെ തന്നെ കടക്കൂല എന്ന് മാത്രമല്ല, ചിലപ്പോൾ കടക്കുന്നത് നരകത്തിൽ കടന്നതിൻ്റെ ശേഷവുമാവാം. മുഅ്മിനീങ്ങൾ ആശികളാണെങ്കിൽ അവർ നരകത്തിൽ കടക്കാൻ സാധ്യതയുണ്ട്. ദോഷത്തിനിക്ക് നരകം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടിയാണ് ഈ പറയുന്നത്. മുർജിയത്ത് എന്ന് പറയുന്ന മുഅ്തസിലി വിഭാഗം അവർ പറയുന്നത് ഒരാളുടെ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ, മൂമിനായി കഴിഞ്ഞാൽ പിന്നെ ദോഷം ചെയ്തുകൊണ്ടൊരു കുഴപ്പം വരാൻ പോകുന്നില്ല. ഇന്നത്തെ പുത്തനാശയക്കാർ പറഞ്ഞതുപോലെ തന്നെ ദോഷം ചെയ്യരുത് എന്നേ ഉള്ളൂ. ചെയ്താൽ പിന്നെ അത് വീണ്ടെടുക്കേണ്ടതില്ല. കാരണം ഒഴിവായതിനെ പേര് അവനക്കൊന്നും വരാൻ പോണില്ല എന്നുള്ള വാദങ്ങൾക്കെല്ലാം മറുപടിയാണ്. അമലുകൾ കൂടുന്നതിനനുസരിച്ച് ഈമാൻ കൂടും, അമലുകൾ കുറയുന്നതിനനുസരിച്ച് ഈമാൻ കുറയും. വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല ونفعنا بعلومه. حدثنا إسماعيل قال حدثني مالك عن عمرو بن يحيى المازني عن أبيه عن أبي سعيد الخدري رضي الله عنه وعنهم عن النبي صلى الله عليه وسلم أنه قال يدخل أهل الجنة الجنة وأهل النار النار ثم يقول الله تعالى أخرجوا من كان في قلبه مثقال حبة من خردل من إيمان
فيخرجون منها قد اسودوا فيلقون في نهر الحياة أو قال الحياة شك مالك فينبتون كما تنبت الحبة في جانب السيل ألم تر أنها تخرج صفراء ملتبيا. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹദ്ദസനാ ഇസ്മാഈലു, നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു ഇസ്മാഈൽ എന്ന നമ്മുടെ മഹാനായ ഉസ്താദ്. ഇസ്മാഈൽ ബിൻ അബ്ദില്ലാഹ് അബി ഉവൈസ് ഇബ്ന് അബ്ദില്ലാഹ് ഇബ്ന് ഉവൈസ് ഇബ്ന് മാലിക് ഇബ്ന് അബി ആമിർ അൽ ഇസ്ബഹി, ഇവരാണ് ഇസ്മാഈൽ എന്നവർ. അബ്ദുള്ള എന്നവരുടെ മകൻ ഇസ്മാഈൽ എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഈ ഇസ്മാഈൽ എന്നവർ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഇസ്മാഈൽ എന്നവരുടെ ഉസ്താദ്. ഖാല ഹദ്ദസനി മാലിക്കുൻ എന്നാണ്. ആ മാലിക് ഇമാമിൻ്റെ സഹോദരിയുടെ മകനാണ് ഇസ്മാഈൽ. അപ്പോൾ അമ്മാവനാണ് ഇസ്മായിൽ എന്നവരുടെ അമ്മാവൻ, ഉമ്മാന്റെ സഹോദരി, ആ സഹോദരനാണ് മാലിക് എന്നവർ. ആ ഇസ്മായിൽ എന്നവർ അവിടെ പിതാവിൻ്റെ വക്കൽ നിന്നും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ സഹോദരൻ്റെ വക്കൽ നിന്ന് അബ്ദുൽ മജീദ് എന്ന സഹോദരനുണ്ട്, അവിടെ വക്കൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ധാരാളം മഹാന്മാരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇസ്മായിൽ എന്നവരുടെ ഇസ്മായിൽ ഇബ്നു അബ്ദില്ലാഹ്, ഇങ്ങനെ ഇസ്മായിൽ ഇബ്നു അബി ഉവൈസ്, അബ്ദുള്ള എന്നവരെ വിളിക്കുന്ന പേരാണ് അബു ഉവൈസ്. അപ്പോൾ ഇസ്മായിൽ ഇബ്നു അബി ഉവൈസ് എന്നവർ അവരുടെ ഉസ്താദന്മാർ ഇമാം മാലിക് അടക്കമുള്ള പല പ്രമുഖരുണ്ട്. അവരുടെ ശിഷ്യന്മാർ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം ദാരിമി, അതുപോലെയുള്ള അഹ്മദ് ബിൻ ഹംബൽ, അബൂ ദാവൂദ്, തുർമുദി, ഇബ്നു മാജ, ഇങ്ങനെയുള്ള മഹാന്മാർ സിഹാബ് സിത്തൻ്റെ ഇമാമിയങ്ങളിൽ നിന്ന് നസായി അല്ലാത്ത എല്ലാവരും ഇവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നസായി ഇമാം പറയുന്നത് ഈ ഇസ്മാഈൽ എന്നവർ ലഈഫാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെ രണ്ട് വിഭാഗമാണ് മുഹദ്ദിസീങ്ങൾ. ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നസായി ഇമാമ് അടക്കമുള്ള പലരും പറയുന്നു ഈ ഇസ്മായിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയവരല്ല. യഹ്യ ബിൻ മഈൻ പറയുന്നത് മൂപ്പര പിതാവും ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ രണ്ടാളും ദഈഫാണ്. യഹ്യ ബിൻ മഈൻ പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടാളും മറ്റുള്ളവരുടെ ഹദീസ് സ്വന്തം ഹദീസായി പറയുന്ന ഹദീസ് കൊള്ള ചെയ്യുന്നവരാണ്. മറ്റു സമയത്ത് യഹ്യ ബിൻ മഈൻ പറഞ്ഞു ഇസ്മാഈൽ സദൂഖുൻ ലഈഫുൽ അഖ്ലി ലൈസ ബിദാക. മുഹദ്ദിസീങ്ങളുടെ പ്രയോഗമാണ്. ഇസ്മായിൽ ആള് വല്ലാതെ സത്യം പറയുന്ന ആൾ തന്നെയാണ്, പക്ഷെ ബുദ്ധി കുറഞ്ഞ ആളാണ്, അതുകൊണ്ട് ലൈസ ബിദാക, അവൻ അത്ര ഉസാറുള്ള ആളല്ല. ഇങ്ങനെ ഇമാമിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇബ്നു അബ്ദില്ലാഹ് എന്ന് പറയുന്ന മഹാൻ. അഹ്മദ് ഹംബൽ എല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുമാണ്. മാത്രമല്ല അഹ്മദ് ഹംബൽ ഒരു മദീനക്കാരനാണ്, മദീനയിലെ കാര്യമായ പണ്ഡിതനാണ്. മദീനയിൽ ഏറ്റവും വലിയ ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അഹ്മദ് ഹംബലിനോട് ചോദിച്ച മഹാൻ പറഞ്ഞതാരാ? അത് ഇസ്മായിൽ ഇബ്നു ഉവൈസ് ആണ്. അങ്ങനെ വലിയ പേരുള്ള ആളുമാണ്. മദീനയിൽ അദ്ദേഹം ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ലഈഫായ ആള് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവർ എന്നല്ല, മുഹദ്ദിസീങ്ങളുടെ മാനദണ്ഡം അനുസരിച്ച് ഹദീസ് പറയുന്ന ആളല്ല എന്നാണ് ലഈഫ് എന്നതിന് അർത്ഥമുള്ളൂ. വലിയ വലിയ ആളുകളായിരിക്കും അവർ.
ഈ ഇസ്മായിൽ എന്നവർ മദീനയിലെ വലിയ മധ്യസ്ഥനായിരുന്നു. ഈ മധ്യസ്ഥനായ അവർ എന്തെങ്കിലും പ്രശ്നവുമായി വരുമ്പോൾ ഹക്കിൻ്റെ ഭാഗം ഏതാണോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു ഹദീസ് പറയും. അത് അവരെ കുറ്റായിട്ട് ആളുകൾ പറഞ്ഞത്. മധ്യസ്ഥത്തിന് ആളുകൾ വരുമ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ എന്തെങ്കിലും ഇസ്ലാമിക വിഷയത്തിൽ പ്രശ്നങ്ങളുമായി വരുമ്പോൾ ആ വിഷയവുമായി പഠിച്ചു യഥാർത്ഥ സത്യം ഏതാണോ ആ സത്യക്കാർക്ക് അനുയോജ്യമായ ഒരു ഹദീസ് പറയും. അതാണ് പിൽക്കാലത്തിൽ പറഞ്ഞത്. ആ പറയുന്ന ഹദീസ് നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസാണ്, ഒരു മാനദണ്ഡമില്ലാതെ പറയുന്നതാണത്. സത്യത്തിന്റെ ഭാഗത്ത് അന്ന് ആരടുത്തും ഇല്ലാത്ത ഹദീസ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇബ്നു ഉവൈസ് എന്നിടത്ത് ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്. അതാണ് ബഹുഭൂരിപക്ഷം ഇമാമികളും പറയുന്നത്. എന്ന് ചിലർ പറയും അത് അപ്പം വെച്ച് ഉണ്ടാക്കണ കളവറുണ്ടാക്കിയ ഹദീസാണ്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇബ്നു അബ്ദില്ല എന്നവരുടെ ഹദീസിനെ ഷെയ്ഖായി ഉസ്താദായി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉപയോഗിച്ചു കൊണ്ടുവന്നു. ഒരു തവണയല്ല, ഇമാം ബുഖാരി അവരുടെ 17 ഹദീസ് സ്വഹീഹ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം ഇവരുടെ 6 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ മറ്റു പല മഹാന്മാരും അവരുടെ ഉസ്താദായ മാലിക് ഇമാമിനെ തൊട്ടും മറ്റ് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഉസ്താദന്മാരെ തൊട്ടും എല്ലാത്തവരെ തൊട്ടും ധാരാളം ആളുകൾ റിപ്പോർട്ട് ചെയ്തായിട്ട് കാണാൻ പറ്റുന്ന ഹദീസുമാണ്. ഒറ്റപ്പെട്ട ഹദീസല്ല അവരത്. പിന്നെ മാലിക് ഇമാമും അവരും തമ്മിൽ അമ്മാവനും മകനുമായതുകൊണ്ട് സഹോദരിയുടെ മകനും സഹോദരിയുടെ ആങ്ങളയുമായതിൻ്റെ പേരിൽ അവർ രണ്ടാളും തമ്മിൽ മറ്റുള്ളവർ പറയാത്ത കുറെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകൾ പലർക്കും ലഭിക്കാത്തത് കൊണ്ട് അത് മാലിക് ഇമാമിനെ തൊട്ട് വെറുതെ പറയാണ് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ആ പറയുന്ന വിമർശകരെ മുഴുവനും ഒതുക്കാൻ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം അവർ രണ്ടാളും സ്വഹീഹിൽ അവരെ ഹദീസിനെ കൊണ്ടുവരികയും അവരുടെ ഹദീസ് അസ്നായി കൊണ്ടുവരികയും ചെയ്തതോടുകൂടെ വിമർശനങ്ങളുടെ വിമർശനം മുഴുവനും പോയി. അതാണ് ചില ആളുകൾ പറഞ്ഞു, ഇമാം ബുഖാരിയും മുസ്ലിമും ഇവരുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ഹാക്കിം എന്നവർ പറയാണ്, وقال الحاكم عيب على البخاري ومسلم إخراجهما حديثه وقد احتج به معا وغمزه من يحتاج إلى كفيل في تعديل نفسه. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും മുസ്ലിം റളിയല്ലാഹു അൻഹും ഇവരുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. അതൊരു ഐബാണ്. അവർ രണ്ടാളും ഇവരുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്ന് പറഞ്ഞ ശേഷം പറയാണ്, സ്വയം അദാലത്തുള്ളവനാണെന്ന് സമർത്ഥിക്കലിലേക്ക് മറ്റൊരാൾ ആവശ്യമുള്ള ആളുകളാണ് ഇമാം ബുഖാരിയുടെയും മുസ്ലിമും ഇവരുടെ ഹദീസ്മായിൽ എന്നൊരു ഹദീസ് കൊണ്ടുവന്നത് ഐബാണെന്ന് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരിക്കും മുസ്ലിമിനുമല്ല മറ്റൊരാള് അദലാണ് എന്ന് പറയാൻ സമർത്ഥിക്കേണ്ടത് ഈ പറഞ്ഞാക്കാണ്. ഈ പറഞ്ഞാള് അയാളുടെ അദാലത്ത് ആദ്യം സമർത്ഥിക്കട്ടെ എന്നാണ്. മാലിക് അവർ ചുരുക്കം അങ്ങനെയാണ്. കണ്ടോ, ഇവരെ സംബന്ധിച്ച് പറയപ്പെടുന്ന ഇസ്മായിൽ പട്ടി സാർ പറയപ്പെടുന്ന ഈ വേണ്ടാത്ത അഭിപ്രായങ്ങൾ, ആ അഭിപ്രായം മുഴുവനും ബുഖാരിയും മുസ്ലിമും അവർ അംഗീകരിച്ചു. ഷെയ്ഖാക്കി അവർ സ്വഹീഹൈനിൽ അവരുടെ ഹദീസിനെ കൊണ്ടുവന്നു എന്നതോട് കൂടെ ആരെന്ത് പറഞ്ഞാലും പിന്നീട് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല.
ഇങ്ങനെയുള്ള ചില ഹദീസുകൾ പിടിച്ചിട്ടാണ് ചില ഇന്നത്തെ കാലത്തെ മുബ്തദീങ്ങൾ പറയല് ബുഖാരിയിൽ ലഈഫായ ഹദീസ് ഉണ്ട്. ബുഖാരിയിൽ ലഈഫായ ഹദീസ് അല്ല. ബുഖാരിയുള്ള ഈ ഹദീസ് ലഈഫ് ഒരിക്കലും ആവൂല. കാരണം ഈ ഹദീസ് ബുഖാരിയിൽ തന്നെ വേറെ പല രൂപത്തിൽ വരുന്നുണ്ട്, മുസ്ലിമിൽ വന്നിട്ടുണ്ട്. മറ്റ് മുഹദ്ദിസീങ്ങൾ മുഴുവനും ഈ ഇസ്മായിൽ എന്ന തൊട്ട് ഹദീസ് റിപ്പോർട്ടുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ മുഴുവനും പല മഹാന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് മഹാനായ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും അവരുടെ നിബന്ധന പ്രകാരം അവരുടെ ശൈഖായ ഇവരെ നേരിട്ട് പഠിച്ച് അവരുടെ ഉള്ളും പുറവും ശുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവർ റിപ്പോർട്ട് ചെയ്തു. മറ്റുള്ളവർ പുറത്തുനിന്ന് നോക്കി കാണുന്നവരാണ്, അവർ എന്തൊക്കെ ധാരണകൾ വെച്ച് സംസാരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി ഇസ്മായിൽ എന്നവരെ ശൈഖാക്കിയത് ശരിയല്ല എന്ന് പറയുന്നവർ ബുഖാരി ഇമാം എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് പറയുന്നത്. ഇവരുടെ ജനനം, ഇവരുടെ വഫാത്ത് 226 അല്ലെങ്കിൽ 227 ഹിജ്റയിലാണ്. രണ്ടാമതായി ഈ സനദിലുള്ളത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അവരെ പറ്റി മുമ്പ് നാം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത് അംർ ബിൻ യഹ്യ അൽ മാസിനി എന്ന് പറയുന്ന മഹാനാണ്. അൽ മാസിനിയോ ബിഫത്ഹിൽ ഐൻ, അംർ ബിൻ യഹ്യ. അവിടെ അംർ ബിൻ യഹ്യ ബിൻ ഉമാറ എന്നുള്ളിടത്ത് ബഹുമാനപ്പെട്ട ഇമാം നബി ഉസ്മാൻ എന്ന് എഴുതി പോയത് അത് തഹരീഫാണ്, ആരോ പകർച്ചെഴുതി മാറിയതാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊരു സഹാബിയുടെ അല്ലെങ്കിൽ സഹാബിയുടെ നേരെ മകനാണെന്നും അല്ല സഹാബി വല്യപ്പയാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അവർക്ക് വാപ്പ ഉസ്താദാണ്. ധാരാളം താബികൾ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യഹ്യ ബിൻ സഈദ് അൽ അൻസാരി പോലെയുള്ള മഹാന്മാരെല്ലാം അവരെ തൊട്ടും ഹദീസ് ശിഷ്യന്മാരായിട്ടുമുണ്ട്. അവരുടെ പ്രധാന ഉസ്താദപ്പെട്ട ആളാണ് യഹ്യ ബിൻ കസീർ എന്ന് പറയുന്ന ആള്. ഇമാം നസായി, ഇമാം അബൂ ഹാത്തിം ഇവരെല്ലാവരും ഇവരെ സംബന്ധിച്ച് ഒരഭിപ്രായമില്ലാത്തവരാണ്. അംർ ബിൻ യഹ്യ എന്ന് പറയുന്ന ഇമാം മാലിക്കിൻ്റെ ഉസ്താദ് റളിയല്ലാഹു അൻഹും. അവരുടെ വഫാത്ത് 140-ലാണ്. അവരുടെ പിതാമഹൻ ബദ്രിയുമാണ്, അഖബയിൽ പങ്കെടുത്തവരുമാണ്. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവരുമാകുന്നു. മൂന്നാമത്തെ റാവിയായ അംർ എന്നവരുടെ പിതാവ് അബൂ യഹ്യ എന്നവരാകുന്നു. അവരുടെ ഉസ്താദായിട്ടുള്ളത് അബൂ സഈദ് അൽ ഖുദരി, അബ്ദുല്ലാഹി ബിൻ സയ്യിദ് ഇങ്ങനെയുള്ള സ്വഹാബികളാണ്. അവിടെ കാര്യമായ ശിഷ്യൻ അവരുടെ മകനുണ്ട്, സുഹരിയുണ്ട്, അല്ലാത്ത ധാരാളം ആളുകളുണ്ട്. ഈ സനദിലെ 5-ാമത്തെ ആള് ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ്. ചരിത്രം മുമ്പ് നാം പറഞ്ഞു പോയിട്ടുണ്ട്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യദ്ഖുലു അഹ്ലുൽ ജന്നതി അൽ ജന്ന. വളരെ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്, പേടിക്കേണ്ട ഹദീസുമാണ്, പ്രതീക്ഷയുള്ള ഹദീസുമാണ്. സ്വർഗത്തിൻ്റെ അഹിലുകാര് സ്വർഗത്തിൽ കടക്കും. വഅഹ്ലുന്നാരി അന്നാറ, നരകത്തിൻ്റെ അഹിലുകാര് നരകത്തിലും കടക്കും. ഇത് ദീർഘമായ ഹദീസിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണത്. ആ ദീർഘമായ ഹദീസ് പിന്നീട് വരാൻ പോകുന്നുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ലാതെ തന്നെ ആകെ 7 സ്ഥലത്ത് ബുഖാരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വിശദമായിട്ട് പിന്നീട് വരും. മുസ്ലിമിലൊക്കെ വിശദമായ ഹദീസ് മുസ്ലിമിൻ്റെ ബാബിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. യദ്ഖുലു അഹ്ലുൽ ജന്നതി അൽ ജന്ന വഅഹ്ലുൻ നാരി അന്നാർ. അങ്ങനെ സ്വർഗത്തിൻ്റെ അയലുകാർ സ്വർഗത്തിലും നരകത്തിൻ്റെ അയലുകാർ നരകത്തിലും കടന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഈമാനുള്ളവർ, ഇത്ര അമലുകളുള്ളവർ അവരെ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർക്കും അധികാരം കൊടുക്കും.
അങ്ങനെ ഓരോരുത്തരും അവരവരെല്ലാം കയറ്റിക്കഴിഞ്ഞാൽ പിന്നീട് തൊട്ട് നരകത്തിൽ നിന്ന് അവസാനം കയറ്റുന്നതിൻ്റെ തൊട്ട് മുമ്പത്തൊരവസ്ഥയാണ് ഈ പറയുന്നത്. ثم يقول الله تعالى പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും അഖ്രിജൂ മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. അഖ്രിജൂ നിങ്ങൾ നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കുക. ഈ നിങ്ങൾ എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള മഹാന്മാരായ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സ്വർഗത്തിൽ കടന്ന ആളുകൾ അവരോടാണ്. അങ്ങനെ ഷഫാഅത്തിന്റെ മർത്തബകൾ ഷഫാഅത്തിൻ്റെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകളിൽ വരുന്നുണ്ട്. ഈ അഖ്രിജു എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതുവരേക്കും സ്വർഗത്തിലുള്ള അഹ്ലുകാരോട് അവരോട് പറയാൻ നിങ്ങൾ പുറപ്പെടുവിക്കുക. മൻ കാന മൻ ഒരുത്തന് കാന ഫീ ഖൽബിഹി അവൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കുന്നു മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ ഒരു ധാന്യത്തിൻ്റെ തൂക്കം ഹൃദയത്തിലുള്ളവൻ. എന്ത് ധാന്യം? മിൻ ഖർദലിൻ കടകുമണിനാൽ. കടകുമണിനാൽ കടകുമണിയുടെ മണിനാലുള്ള ഒരു ധാന്യത്തിൻ്റെ തൂക്കം കൽബിലുള്ളവൻ. എന്തുള്ളവൻ? മിൻ ഈമാൻ ഈമാനാൽ. അപ്പൊ കടുമണി തൂക്കം ഈമാൻ കൽബിലുള്ളവർ അവരെ നിങ്ങൾ കടത്തുക. ഈ മിൻ ഈമാൻ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചാണ് ഇമാം ബുഖാരി ബാബുല് ഫിൽ അഅ്മാൽ എന്നർത്ഥം വെച്ചത്. ഇവിടുത്തെ ഈമാനിൽ അമലും പെടുമല്ലോ. അപ്പൊ അസിൽ ഈമാന്റെ പുറത്ത് എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തവരുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും അല്ലാ എന്ന് ചൊല്ലിയിട്ടുണ്ടോ? ഒരു ഫർളെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് സദഖ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഈമാനിനാലുള്ള അമലിനാലുള്ള എന്തെങ്കിലും ഒരു കടുമണിൻ്റെ അംശം ഖൽബിലുള്ളവൻ ഉണ്ടോ അവനെ നിങ്ങൾ പുറപ്പെടുവിക്കുക എന്ന് പറയും. അഖ്രിജൂ മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. ഈമാനാലുള്ള ഖർദൽനാൽ കടുമണി തൂക്കം ഹൃദയത്തിൽ ഉള്ളവൻ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും നിങ്ങൾ പുറപ്പെടുവിച്ചോളി. ഫയുഖ്റജൂന മിൻഹ അപ്പോൾ അവരെ നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടും. ഖദിസ്വദ്ദു അവർ കറുത്തിട്ടുണ്ട്. വേറെ ഹദീസിലുണ്ട് അവർ കരിക്കട്ടകളായിട്ടുണ്ട്. അതന്നെയാണ് കറുക്കല് എന്നല്ല, കറുത്ത ആളുകളല്ല. ഈ നരകത്തിൻ്റെ ചൂട് കാരണം, തീ കാരണം വെന്ത് കരിഞ്ഞ് കറുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ പുറപ്പെടുവിക്കപ്പെടും. ഫയുൽഖൗന അവരെ ഇടപെടും. ഫീ നഹ്രിൽ ഹയാ നഹ്റുൽ ഹയാ എന്ന് പറയുന്ന പുഴയിൽ ഇടപെടും. അബിൽ ഹയാത്തി ശക്ക മാലിക്കുൻ. ഇസ്മായിൽ എന്നവരുടെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് സംശയമാണ്. അവരുടെ ഉസ്താദായ യഹ്യ എന്നവർ പറഞ്ഞത് നഹ്റുൽ ഹയാ എന്നോ നഹ്റുൽ ഹയാത്ത് എന്നോ. സ്വർഗത്തിലുള്ള ഒരു പ്രത്യേക ഒരു പുഴയാണത്. ആ പുഴയ്ക്ക് നെഹ്റുൽ ഹയാ എന്നും പേരുണ്ട്, നെഹ്റുൽ ഹയാത്ത് എന്നും പേരുണ്ട്. ഹയാ എന്ന് പറഞ്ഞാൽ മഴ, സസ്യങ്ങളും മറ്റുള്ള മുളക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്നത് മഴയല്ലേ. എന്ന മാതിരി നരകത്തിൽ വെച്ച് കരിഞ്ഞ ആളുകളെ ആ കരിപ്പ് പോയി അവരെ നല്ലതുപോലെ പരിശുദ്ധരായ സ്വർഗത്തിൻ്റെ അവകാശികളായ സ്വർഗത്തിൽ കടക്കുന്നവരുടെ അതേ രീതിയിലേക്ക് അവർ മാറാൻ വേണ്ടി അവർക്ക് ഉപയോഗിക്കുന്ന അവർ ഇടുന്ന ഒരു സൈസ് വെള്ളമാണ് ഒരു പുഴയാണ് നെഹ്റുൽ ഹയാ. അതിനിടയിലോട് കൂടെ തന്നെ അവർ തെളിഞ്ഞ് പരിശുദ്ധരായ സ്വർഗവാസികളുടെ രൂപത്തിലേക്ക് അവർ ഇങ്ങോട്ട് വരും. ഇന്നക്കും ലഫീ ഖൽഖിൻ ജദീദ് എന്ന് പറയുന്ന പുതിയൊരു അവസ്ഥയിലേക്ക് അവർ വരും. അതുകൊണ്ട് നെഹ്റുൽ ഹയാ മഴയുടെ പുഴ, അല്ലെങ്കിൽ ഹയാത്ത് നൽകുന്ന പുഴ എന്നും അർത്ഥമുണ്ട്. അങ്ങനെ ഫയംബുതൂന അവർ മുളച്ച് വരും.
കമാ തംബുത്തുൽ ഹിബ്ബത്തു ഹാക്ക് കസർ കമാ തംബുത്തുൽ ഹിബ്ബത്തു ഫീ ജാനിബിസ്സൈൽ വരിവെള്ളം ഒലിക്കുമ്പോൾ വേലിയുടെയോ മതിലിൻ്റെയോ അടുത്ത് കെട്ടി നിൽക്കുന്ന ചണ്ടി, ആ ചണ്ടിയിലുള്ള പടോള വിത്തുകൾ, പടുമുള എന്നറിയും, കുഴിച്ചിട്ടുണ്ടാകുന്നതല്ലാത്ത വരിവെള്ളത്തോടു കൂടെ ഒലിച്ചു വരുന്ന ധാന്യങ്ങൾ, വിത്തുകൾ, ആ പടുമുളകൾ മുളച്ചു വരുന്നത് പോലെ അതിലടിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ സ്ഥലം ഉണ്ടാവില്ല, ചണ്ടിൻ്റെ ഇടയിലാകും, പാറക്കഷ്ണത്തിൻ്റെ ഇടക്കിലാകും, അത് മുളച്ചു വരുന്നത് പോലെ. എന്നാൽ ചണ്ടിൻ്റെ ഉള്ളിലായിട്ടാവുമ്പോൾ, നനവുണ്ടാവുമ്പോൾ നല്ല രീതിയിൽ മുളച്ചു വരും. റസൂലുള്ളാഹി പറയാണ്, അലം തറ, എടോ നീ കണ്ടിട്ടില്ലേ? നീ എന്ന് പറയുന്നത് ലോകത്ത് ആരെല്ലാമാണോ റസൂലുള്ളാഹിന്റെ ഹദീസ് കേൾക്കുന്നവരെങ്കിൽ അവരോട് എല്ലാവരോടുമാണ് പറയുന്നത്. നീ കണ്ടിട്ടില്ലേ? ആട് മേയ്ക്കാൻ കാടുകളിലെല്ലാം പോകുന്ന ആളുകൾക്ക് ഇത് പ്രത്യേകം മനസ്സിലാകും. അന്നഹാ, തീർച്ചയായും ആ പടോളകള് തഖ്റുജു, അത് പുറപ്പെടും, മുളച്ചു വരും, സഫ്ര, ആ മഞ്ഞയായിട്ട്, മുൽത്തവിയത്തൻ, പരസ്പരം കൂടിയതായിട്ട്, കുറേ വിത്തുകൾ ഒന്നായിട്ട് കെട്ടിക്കെടുക്കും, അതെല്ലാം കൂടി അങ്ങനെ മുളച്ചു വരുന്ന ആ ഒരു രംഗം, മഞ്ഞയായി നല്ല കരുത്തോടു കൂടെ. ആ ചളി, ആ കച്ചറിൻ്റെ ഇടയിൽ, ചണ്ടികളുടെ ഇടയിൽ അത് മുളച്ചു വരുന്നത് കാണാൻ പ്രത്യേക രസമാണ്. ചണ്ടിയെല്ലാം വീട്ടിച്ച ആളുകൾക്ക് അതറിയാം. അതുപോലെ അത് പുറപ്പെടും, നീ കണ്ടിട്ടില്ലേ? എന്നതുപോലെ ഈ ആളുകൾ നരകത്തിൽ നിന്ന് ആ കരിക്കട്ടകളായ അവരെ നഹ്റുൽ ഹയായിലിടുമ്പോൾ അവർ മുളച്ച് അവർ ഉഷാറായി തെളിഞ്ഞു വരും. ഇതാണ് ഹദീസ്. വളരെ പഠനാർഹമാണ്. ഈമാനുള്ളവർ എല്ലാവരും അവ്വലീങ്ങളിൽ കൂടെ സ്വർഗത്തിൽ കടക്കൂല. ദോഷങ്ങൾ വന്നു പോയാൽ അല്ലാഹു തആല പൊറുത്തു തരുന്നില്ലെങ്കിൽ അവരെ നരകത്തിലേക്ക് നീക്കാൻ സാധ്യതയുണ്ട്. നരകത്തിൽ കടന്നവർ മുഴുവനും ശാശ്വതന്മാരല്ല. കുഫറില്ലാത്ത ഈമാനുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വഹദാനിയത്തിലും ഉലൂഹിയത്തിലും അവന്റെ സിഫാത്തിലും വിശ്വസിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലായും അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മുഴുവനും സത്യമാണെന്നും വിശ്വസിച്ചവർ അവർ തെറ്റ് ചെയ്താൽ നരകത്തിൽ കടന്നേക്കാം, എന്നാലും അവർ നരകത്തിൽ നിന്ന് പുറമോചിപ്പിക്കപ്പെടും. ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്, ഈ വിഭാഗത്തെയും മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, ഈമാനത്തെ അമലാന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു അമല് മനസ്സിലുള്ളവൻ, അമലിന്റെ ഫലം മനസ്സിലാണ് ഉണ്ടാവുക, ആ ആളുകളെ മുഴുവനും പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല പറയും, ഇനി നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും പുറപ്പെടുവിക്കാനുണ്ടോ? ഒരു പറയും, നീ പറഞ്ഞ സ്വഭാവമുള്ള എല്ലാവരെയും കയറ്റിക്കഴിഞ്ഞു. പിന്നെ അള്ളാഹു പറയും, ഇനി അർഹമുർ റഹീമീനായ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനല്ലാതെ വേറെ ഒരു സൽക്കർമ്മവും ചെയ്യാത്ത, ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹ് എന്ന് പറയാത്ത, എന്തെങ്കിലും ഒരു സൽക്കർമ്മമായി പറഞ്ഞപ്പെടുന്ന ഒന്നും ചെയ്യാത്ത, എന്നാൽ അള്ളാഹുവിനെ പറ്റി മതിപ്പുണ്ടായിരുന്നു, റസൂലിനെ പറ്റി വിശ്വസിച്ചിരുന്നു, ഇങ്ങനെയുള്ള ജീവിതം മുഴുവനും തമ്മാടിത്തരത്തിൽ മാത്രം മുഴുകിയ ആളുകൾ, മനസ്സിൻ്റെ ഉള്ളിൽ ഈമാനുണ്ട്, അവരെ അതിൽ നിന്ന് അല്ലാഹു തആല പുറത്താക്കും എന്ന ഹദീസിലുണ്ട്.